വീട്ടിൽ തുണി വാഷിംഗ് മെഷീനകത്ത് കിടക്കുന്നു. രാവിലെ അത് കഴിഞ്ഞില്ലായിരുന്നു, ഞാനത് ഓഫാക്കാതെ. ഇവിടെ മഴയാണ് പ്രിയങ്ങളി. ഞാനിമ്മണി നനഞ്ഞ്. മഴയത്ത് ഇവിടെ ഒരാള് കപ്പ പുഴുങ്ങുക. കപ്പ പിന്നെന്ത് ചായ ഇടുക, കപ്പ പുഴുങ്ങാൻ വെച്ചേക്കുമല്ലയോ. എന്തില്ല കട്ടുപ്പത്തിലൊരു കാപ്പി. മഴ കുറച്ച് നനഞ്ഞ് പ്രിയങ്ങളെ. കോട്ട് എടുക്കാനുള്ള മടി കൊണ്ട് മഴ നനഞ്ഞ്. സൂപ്പർ മാർക്കറ്റിന്റെ അവിടുന്ന് ഇങ്ങോട്ട് വലിയ പെരുത്ത മഴയൊന്നും അല്ലായിരുന്നു കേട്ടോ, ചാറ്റമഴയായിരുന്നു. പിന്നെ ഈ ഡ്രസ്സ് ആയതുകൊണ്ട് കുറച്ചുകൂടെ നനഞ്ഞ പോലെ തോന്നും, എന്നാലും നനഞ്ഞ്. വീട്ടിൽ ഇരുന്ന് കുറച്ചു നേരം ഉണങ്ങിയായിരുന്നു, പിന്നെ ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പം വീണ്ടും നനഞ്ഞു. മോനുകുട്ടൻ വീട്ടിലിരുന്ന് ബോറടിച്ച് എനിക്ക് ഒരു സൗകര്യവും തരാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കും പ്രിയങ്ങളെ. അമ്മ വാ, എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി, എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിനിറ്റിന് എന്നെ വിളിച്ചുകൊണ്ടിരിക്കും. എനിക്കിവിടെ ജോലിയാ അല്ലെങ്കിൽ എന്തേലും പറഞ്ഞ അങ്ങ് വിഷമോ. പിന്നെ പാല് കൊണ്ട് ബുദ്ധിയോ. വിഷമവും ദേഷ്യവും പരാതിയൊക്കെ മാറ്റാൻ ഞാൻ ഇന്ന് ഇച്ചിരി ഫ്രൂട്ട്സ് മേടിച്ചു. വേറൊന്നുമില്ല, തണിമത്തനൊന്നും മേടിച്ചില്ല, മുന്തിരിങ്ങ വാങ്ങിച്ചു. പിന്നെ ചോളം മേടിച്ചു. ചോളം നമുക്ക് നാളെ രാവിലെ പുഴുങ്ങാൻ കേട്ടോ. അതവിടെ ഇല്ലായിരുന്നു. ഇതല്ലയോ നല്ലത്. പുളിയില്ല. ഇത് വേറെ ഏതാണ്ടാ പേര്, എന്തുവാന്ന് എനിക്കറിഞ്ഞൂടാ. പിന്നെ ഞാൻ വന്നപ്പം അമ്മമ്മയും മോനും കൂടെ കപ്പ പുഴുങ്ങുമായിരുന്നു. കഴിച്ചില്ല, എടുത്തോണ്ട് പോരുന്നേ കപ്പ. പിന്നെ ഇന്ന് സ്പെഷ്യൽ മാങ്ങയാണ്, അജയന് കിട്ടിയതാണ്. ഞാൻ 2 എണ്ണം കൊണ്ടുവന്നു അച്ചാറിടാൻ വേണ്ടി. ഇത് പഴുപ്പിക്കാനാണ് അണ്ണം കൊണ്ടുപോയത്. എന്നോടും പറഞ്ഞ് പഴുത്ത നല്ല മാങ്ങയാ, എന്താണ്ട് വെറൈറ്റിയാ ഇത്. അത് അങ്ങനെ വെച്ചിരുന്ന കൊള്ളത്തില്ല, തൈപ്പടക്കം അങ്ങനെ വെച്ചിരുന്ന കൊള്ളത്തില്ല. ഇച്ചിരി കടുമാങ്ങ ഇടാം. എന്തുമേടി പഴുത്ത മാങ്ങ തിന്നുന്ന. ഞാൻ അച്ചാറിടാം എന്ന് വിചാരിച്ചെടുത്തോണ്ട് വന്നതാ. എനിക്ക് ഇച്ചിരി കഞ്ഞിയും പയറും കടുമാങ്ങയും കൂട്ടി കഴിക്കണമെന്നൊരാഗ്രഹം. ഇന്നിപ്പോ കഞ്ഞിയില്ല, കടുമാങ്ങയൊക്കെ ഇട്ട് വെക്കാം. നാളെ കഞ്ഞിയും പയറും ആക്കാം, അല്ലേ മോനിക്കുട്ട? മോനിക്കുട്ടൻ ഇല്ലെങ്കിൽ പിന്നെ മോനിക്കുട്ടനാണ് സ്കൂൾ അടച്ച പിന്നെ അങ്ങോട്ടും വിട്ടില്ല. മോനിക്കുട്ടൻ തന്നെ ഇരുന്ന് കണ്ടോ കഴിച്ചു. തന്നെ ഇരുന്ന് മോനിക്കുട്ടൻ അങ്ങ് ബോറടിച്ചു. അതെനിക്കും അറിയാം. ഒരു ദിവസം കൊച്ചുകളുടെ അടുക്ക കൊണ്ട് വിടാന്നൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നതാണ്. എൻ്റെ ഓട്ടപ്പാച്ചിൽ കാരണം ഞാൻ രാവിലെ പല പണികളും ഇട്ടേച്ച് എന്തേലും കാര്യത്തിന് വിളിക്കുന്നിടത്തൊക്കെ ഓടിപ്പോകേണ്ടി വരും. രാവിലെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒതുക്കി പെറുക്കി കഴിക്കാനൊക്കെ ഉണ്ടാക്കിയിട്ട് ഓട്ടത്തിനിറങ്ങും. പിന്നെ എത്ര തവണ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ച് നടക്കുന്നത് ഇപ്പൊ കണക്കില്ല, അതേപോലാണ്. പിന്നെ വൈകിട്ട് വന്നും അതേപോലെ പല കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകണം. അതുകൊണ്ട് എനിക്ക് മോനിക്കുട്ടനെ അങ്ങോട്ട് കൊണ്ടുപോകാനും ഒന്നും പറ്റിയില്ല. പിന്നെ കൊണ്ടുവിട്ടാലും ഞാൻ അവിടെ നിൽക്കണം. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് അങ്ങോട്ട് നിൽക്കാനും പറ്റുന്നില്ല, എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ട് നടന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു കൊണ്ടുവിടാം. കൊച്ചുകൾ ഇനിയും 9-ാം തീയതി അങ്ങോട്ട് എറണാകുളത്ത് പോകാതെ കോഴ്സ് പഠിക്കാനോ അങ്ങനെ കുറേ കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോവാണ്. അപ്പം അതിനു മുമ്പ് 2 ദിവസം വിടാം എന്ന് വിചാരിച്ചിരിക്കുവാണ്. അന്നേരം ഞാൻ അമ്മയുടെ കൂടെ പോയി നിൽക്കാം, അതേ നടക്കും. നോക്കട്ടെ എൻ്റെ പ്രിയങ്ങളെ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മുടെ നിലവിലുള്ള സാഹചര്യവും അവസ്ഥയും കാര്യങ്ങളും ഒക്കെ. പിന്നെ നമ്മുടെ യൂട്യൂബ് ഫാമിലി 280K ആയി എന്ന് പറഞ്ഞിട്ട് ഞാൻ
ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം ഒരുപാട് സ്നേഹം കേട്ടോ. ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിന് തുടർന്നും വേണം. നല്ല സ്പീഡപ്പിലാണ് നമ്മൾ ഈ 279K ആയത്. അതിനുശേഷം കുറച്ച് സ്ലോ ആയിപ്പോയി. എനിക്കറിയാം വീഡിയോസിൻ്റെ ഒക്കെ ഒരു കുറവ് കൊണ്ട് തന്നെയാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുക്കിംഗ് വീഡിയോയും അതൊക്കെ കാണാനാണ് ഏറെ പേർക്കും ഇഷ്ടം. അതില്ലാത്തത് കൊണ്ടാണ് ഇത്രയും കാലതാമസം വന്നത് 280 എന്നുള്ളതാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമുക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ ദൈവം നടത്തി തരട്ടെ. നമുക്ക് ഊർജ്ജസ്വലരായിട്ട് വരാം. നിന്റെ പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടമുള്ള വീഡിയോസ് എല്ലാം ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുളിച്ച് ലഭിച്ച് വരട്ടെ. രാവിലെ ഞാൻ വാഷിംഗ് മെഷീനകത്ത് തുണി ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്കൊരു വിളി വന്നു. അതുകൊണ്ട് ഞാനത് പകുതി വാഷ് ചെയ്തിട്ടേക്കുവാണ്. ഇനി ഫുള്ള് കൊടുത്ത് വാഷ് ചെയ്ത് കൊണ്ട് വിരിക്കണം. അപ്പോൾ അത് ഞാൻ അതിന് മുമ്പേ കുളിക്കാം. കുളിച്ചിട്ട് വന്ന് നമുക്ക് കടുമാങ്ങ ഇടാനുള്ള പരിപാടി നോക്കാം. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴ പെയ്തപ്പോൾ എനിക്ക് തണുക്കുന്ന പ്രിയങ്ങളെ. ഞാൻ കുളിക്കാൻ ഇച്ചിരി വെള്ളം ചൂടാക്കാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. മാങ്ങ അരിഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചതുണ്ടോ, എന്താ കളറെന്ന് നോക്കിക്കേ. കഴിഞ്ഞ ഒരു തവണ ഈ മാങ്ങ തന്നത് ഞാൻ ഫുള്ള് ഇങ്ങനെ മുറിച്ച് ചുമ്മാ കഴിച്ച് തീർക്കുമായിരുന്നു. ഇത്തവണ എൻ്റെ പല്ലെന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നമുക്കിത് അച്ചാറിട്ട് വയ്ക്കാം. അന്നേരം ഇച്ചിരി അലിഞ്ഞൊക്കെ കിട്ടുമല്ലോ. ഈ കാണുന്ന കളർ പോലെ തന്നെയാണ് പ്രിയങ്ങളെ. ഒട്ടും വ്യത്യാസവും കൂടുതലും കുറവും ഒന്നുമില്ല. ഒറിജിനൽ കളറാണ് വീഡിയോയിലും കേട്ടോ. നല്ല മധുരമുള്ള മാങ്ങ, ഒട്ടും പുളിയൊന്നുമില്ല. നമുക്ക് ഉപ്പൊക്കെ ഇട്ടൊന്ന് പുരട്ടി വെക്കാം. എന്നിട്ട് ഞാൻ കുളിച്ചിട്ട് വരട്ടെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. തുണിയെല്ലാം എടുത്ത് വിരിച്ചു. കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി എടുക്കട്ടെ. നമുക്ക് മാങ്ങ ഇടാം, അച്ചാറിടാം. വലിയ സ്പെഷ്യാലിറ്റി ഉള്ള അച്ചാറൊന്നുമല്ല, പക്ഷേ കുറച്ച് ദിവസമൊക്കെ വെച്ച് നമുക്ക് ഫ്രഷ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന അച്ചാറാണ് കേട്ടോ. അതെനിക്ക് ഉറപ്പാണ്. നമ്മുടെ കപ്പ കഴിക്കാൻ ഇച്ചിരി മുളക് ചമ്മന്തി ഉണ്ടാക്കണം. മഴ ചന്നം പിന്നെ പേര് ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളു. ചൂടുവെള്ളത്തിൽ കുളിച്ചു. തുണി വിരിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്ക് ചൂടെടുക്കണം. നമുക്ക് അച്ചാറിടാൻ പ്രിയങ്ങളെ. വെളിച്ചെണ്ണ കേട്ടോ, നല്ലെണ്ണ ഇല്ല. വെളിച്ചെണ്ണ ഒഴിച്ചു. കടുക് പൊട്ടിക്കാം. ഉലുവ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ടണ്ടടാൻ. ഇട്ടു. ഇനി നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ദാറ്റ്സ് ഓൾ. അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇടുവാണ്. പിന്നെ റെക്കോർഡ് ഇപ്പൊ മേടിക്കണം. എത്ര റെക്കോർഡ് ഉണ്ട് നമുക്ക്? 3. ആഹാ, എത്ര റെക്കോർഡ് ഉണ്ടെന്ന് പോലും അറിയത്തില്ല. അതും അപ്പു പറഞ്ഞാലേ അറിയത്തുള്ളൂ. അല്ല, അത് ആനക്കാ. നമ്മളെ ക്ലാസ്സിലെ കാര്യം 3 റെക്കോർഡ് ഉണ്ട്. അത് പക്ഷെ 3 റെക്കോർഡ് എത്ര വലുതാ മേടിക്കണ്ടേന്ന് അറിയത്തില്ല. ചെറുതല്ല, 200 പേജിട്ട് വേണം. അടയൊക്കെ ഭയങ്കര വലുത്. അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. അത് അതിന്റെ പൈസ എനിക്ക് അറിയത്തില്ല. എല്ലാവരും പറയാറ്. ഏതാ 1 റെക്കോർഡ് 100 രൂപയാണ്.
സെറ്റോയിന് മേടിക്കാം എന്നാ റെക്കോർഡ് അമ്മേ. ഏ സെറ്റോയിന് റെക്കോർഡ് മേടിക്കാം. എവിടുന്ന് മേടിച്ചാലും എനിക്ക് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഉണ്ട് 10 രൂപ കുറച്ച്. ഓ നമ്മുടെ കടുമാങ്ങയെന്നൊന്നും പറയാൻ പറ്റത്തില്ല, മാങ്ങാച്ചാർ. ഇതിനെക്കാട്ടി കുഞ്ഞായിട്ടായിരിക്കുന്നല്ലേ കടുമാങ്ങ എന്ന് പറയുന്നത്. മുളക് ചമ്മന്തി അരയ്ക്കാൻ പ്രിയങ്ങളെ. കപ്പ കഴിക്കണ്ടേ? മീനെടുത്തു ഇല്ല, മുളകിട്ടു, പുളി. ചമ്മന്തി അരച്ച് കഴിഞ്ഞതും കറണ്ട് പോയി. ഞാൻ ഇന്നല്ലേ പറഞ്ഞു, എന്നോട് പറഞ്ഞ സമയം തന്നിട്ടല്ല കറണ്ട് പോകുന്നത് കേട്ടോ. ഹോംവർക്കൊക്കെ ചെയ്യണ്ടേ? ക്വസ്റ്റ്യൻ തന്നില്ലേ? കറണ്ട് പോയാൽ ദേഷ്യം വരുന്നത്. ഇവിടെ മുന്നിൽ നിന്ന് ഒറ്റ സെക്കൻഡ് കൊണ്ട് അടുക്കള വരും കറണ്ട് പോയ ഉടനെ. ഞാൻ വരും, എന്നെ ഇട്ടിട്ട് പോകുന്നവരെ വിളിക്കാൻ ഞാൻ വരും. അവിടെ ഞാൻ എവിടെയും പോവാം. ഞാൻ എവിടെയും പോവാം. ഞാൻ എൻ്റെ മൂത്ത മകളും എൻ്റെ മൂത്താപ്പൻ്റെ കൂടെ അങ്ങ് പോവാം. ഇങ്ങോട്ട് വന്നിട്ട് മൂത്താപ്പൻ്റെ കൂടെ അങ്ങ് പോവാം. മൂത്താപ്പനെ എന്തായാലും എന്നെ കളയത്തില്ല. തുണി മടക്കി വെക്കുന്നില്ലയോ? ഉണ്ട്. വല്ലാത്ത കൊണ്ടുപോകുന്ന പാൻ്റൊക്കെ എല്ലാവർക്കും മടക്കി. മീനൊക്കെ ഞാൻ തിരിച്ചിട്ടു. ഇനി നമുക്ക് അത്താഴം വിളമ്പ. കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാൻ ഉണ്ടായിരുന്നു, എല്ലാം എടുത്ത് വെച്ചു. കഴിക്കാമേ. പഴുത്തമാങ്ങാക്കറി എടുക്കട്ടെ. റാസയുടെ പാട്ട് കേൾക്കും. ഇപ്പൊ എന്തോ എവിടാ റാസ? ഏത് പള്ളിയിൽ? അങ്ങനെ ഇരിക്കും ചമ്മന്തി. കഴിച്ചിട്ട് വരണ്ട. ടാറ്റ കൊടുക്കും. കപ്പ ഇല്ല, എന്തുവാ ഒരു ചക്ക ഉണ്ടല്ലോ, ചെമ്പരത്തി ചക്ക എന്ന് പറയുന്ന പോലെ നല്ല കളറുള്ള കപ്പ. ഇതിനങ്ങനെ പേര് വല്ലതും ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, നോക്കാം. ഏത്തക്ക കപ്പയോ അങ്ങനെയാണെന്നിട്ട് പറയത്തില്ല, അതാന്ന് തോന്നില്ലേ. ഇനി ലേശം മുളക് ചമ്മന്തി എടുക്കാം. ഇന്നത്തോടുകൂടി മാന്തളിൻ്റെ സെക്ഷൻ അവസാനിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇട്ട 2 കഷ്ണം മാങ്ങയും കൂടി എടുക്കാം അല്ലേ. ചുമ്മാ ഒരു രസത്തിന് കഴിക്കാം. മൊത്തം മാങ്ങ മയമാണ്. അപ്പോൾ കഴിക്കട്ടെ പ്രിയങ്ങളെ. നല്ല വിശപ്പുണ്ട്. ഉച്ചയ്ക്ക് ഞാൻ ഒന്നും കഴിച്ചില്ല. ഓരോരോ ചിന്തകളുമായിട്ടൊക്കെ അങ്ങ് ഇരുന്ന്. ഓസിൻഫായുടെ കടയിൽ ഇന്ന് നമ്മുടെ ഇവിടെയൊക്കെ ഹോട്ടലുകൾ സമരമായിരുന്നു. അതുകൊണ്ട് അവിടെ അടപ്പിക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അവിടെ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു എന്ന് ചുരുക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ചായ ഇല്ലായിരുന്നു, സ്നാക്സൊക്കെ കുറവായിരുന്നു. പിന്നെ മേടിക്കണമെന്നും കഴിക്കണമെന്നും തോന്നിയതുമില്ല. അപ്പോൾ നല്ല വിശപ്പ്. കഴിക്കട്ടെ. എല്ലാവരോടും സ്നേഹം, പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. നാളെ കാണാം കേട്ടോ. ടാറ്റ. ഓക്കെ, ബൈ ബൈ, സീ യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.